3 പേര് ഞങ്ങളെ ചെറുപ്പം. ഏട്ടൻ, ഞാൻ, അനിയൻ. ഇത് നമ്മളെ പഴയ ഫോട്ടോയിൽ നിന്ന് ഞങ്ങളൊന്ന് വലുതാക്കിച്ച് വെച്ചതാണ്. ഇത് കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടി, വെള്ള ഇല. ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റ് കണ്ടിരുന്നു ചെടികളൊക്കെ കാണിച്ചു തരണം എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീട് ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മയ്ക്ക് കേരളത്തിലെ അതായത് സംസ്ഥാനത്തിലെ മികച്ച ടീച്ചർക്കുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമസ്കാരം, സുബിയാണ്. ലൈഫ് ഓഫ് സുബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. കുറേ ആയി വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് 2 ദിവസമൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഞാൻ വീട്ടിലെ ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തൊട്ട് മുന്നുള്ള വീഡിയോ അല്ല, അതിൻ്റെ മുന്നേ എൻ്റെ ഏട്ടൻ വരുന്ന സമയത്തുള്ള വീഡിയോ ഒക്കെ ഇട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരണം. അമ്മയ്ക്ക് കുറച്ച് ചെടികളുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് ചെടികളുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ടും വെള്ളം കുറഞ്ഞതിൻ്റെയൊക്കെ ചെറിയൊരു ഇതൊക്കെ അതിൽ കാണാൻ ചെടിയിൽ. അതായത് ഒരുപാട് അങ്ങ് പൂത്ത് നിൽക്കണമെന്നില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പം ആ ചെടികളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഇൻട്രോ എടുക്കണത് കുറച്ചൊരു ഈവനിങ് ആയിട്ടാണ് കേട്ടോ. കാരണം ചെടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിൽ മാറിയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ വേർതിരിച്ചൊന്നും വെച്ചിട്ടില്ല. അതായത് ഓരോന്നോരോ സെക്ഷൻ പോലൊന്നും വെച്ചിട്ടില്ല. അമ്മയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ചെടിയുടെ കമ്പും വിത്തും ഒക്കെ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചട്ടിയിലുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഓരോരോ ചെടികളും ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാ ചെടീൻ്റെയും വിലേൻ്റെയും ഒന്നും പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയണതൊക്കെ ഞാൻ പറയാം. എനിക്കറിയാത്ത ചെടികളുടെ പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഏതാണെന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റോസ് ഒന്ന് തുടങ്ങാം കേട്ടോ. ഞങ്ങൾ വീട് ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടതും അല്ലെങ്കിൽ ആദ്യം മുതലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു റോസാണ് ഈ ഒരു റോസ് കേട്ടോ. കണ്ടോ, ഈ റോസാ ചെടി. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണമാണ്, നല്ല മണമുണ്ട്, ഒരുപാട് പൂക്കും കേട്ടോ. ഇതൊരുപാട് അങ്ങനെ ഹൈറ്റിൽ പോകേണ്ട ആവശ്യമില്ല. കുറച്ച് ഹൈറ്റൊക്കെ എത്തുമ്പോൾ നമ്മൾ വെട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് മുട്ടിടും. ഇതന്നെ ഞാനിവിടെ വന്ന സമയത്ത്, അതായത് മലാവിൽ നിന്ന് വന്ന് ആദ്യമായിട്ട് ഇവിടെ നിൽക്കാൻ വന്ന സമയത്ത് അമ്മ വെട്ടിയതാട്ടോ. അപ്പോൾ കണ്ടു, 1 മാസമൊക്കെ ആയപ്പോൾ എത്രങ്ങാനും പൂക്കൾ അതിലെന്ന്. ഇത് നല്ല വെയിലടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിന് കുറച്ചൊരു കളറ് കുറവ്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഉണ്ടാവും. ഇതിൽ തന്നെ ഇപ്പോൾ ഒരു എണ്ണുകയാണെന്നുണ്ടെങ്കിൽ 3, 6, 9, 12, 13, 14, 14 പൂക്കൾ ഈ ഒരൊറ്റ ചെടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അച്ഛമ്മ ഇവിടെ ചെറിയൊരു വാഴക്കന്നുണ്ട് കേട്ടോ. ആ വാഴക്കന്നിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഞങ്ങൾ വയനാട് പൂപ്പലിക്ക് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ച വാഴക്കന്നാട്ടോ. കുഞ്ഞിതാണ്, ഉണ്ടായി വരുന്നുള്ളൂ. അതേപോലെ തന്നെ വേറെ ഒരു റോസാപ്പൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് വയനാടൻ റോസ എന്ന് ഞങ്ങൾ പറയും. കാരണം അമ്മ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പൂക്കളും നല്ല കട്ട കളറാവും. ഇതിപ്പോൾ കുറച്ചൊക്കെ ആയതുകൊണ്ടാണ് ഇത് നല്ല നീണ്ടിങ്ങനെ പോകും കേട്ടോ. കോമ്പല കുത്തുകാരില്ല, അതായത് ഗ്രൂപ്പായിട്ട് ഉണ്ടാവുകയുള്ളൂ. നല്ല വലുപ്പമുള്ള കേട്ടോ. അത് നല്ല ഹൈറ്റ് പോയാണെങ്കിൽ കറക്റ്റ് അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഈ റോസ് അതിൻ്റെ ഹൈറ്റ് കാണിച്ചത് ഇങ്ങനെ പോയേക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയുന്നത് വെട്ടി കൊടുക്കണമെന്ന്. ഇത് നമ്മളെ വെട്ടാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മുട്ട് കണ്ടപ്പോൾ അമ്മ വെട്ടാൻ നിർത്തിയതാണ്. പക്ഷെ അതങ്ങ് നീണ്ടുപോയി. ഇനിയിപ്പോൾ പൂവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു അടിഭാഗം വെച്ച് വെട്ടു കേട്ടോ. അങ്ങനെ വെട്ടി നിർത്തിയതാണ്. കുറേ തരം റോസ് ഉണ്ട്. ഇതിപ്പോൾ 2ാമത്തെ തരം റോസാണ്. പിന്നെ വേറെ റോസ്, ഇത് ഞാൻ കോഴിക്കോട് പ്രൊജക്റ്റിന് പോയപ്പോൾ ഒരു റോസേൻ്റെ തൈ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി നമ്മളെ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന റോസ ഉണ്ടല്ലോ, ആ ഒരു മോഡലാണ് കേട്ടത്. തണ്ടിന് കുറച്ച് നീട്ടൊക്കെ വന്നിട്ട് കണ്ടില്ലേ, ഇത്രയും നീട്ടത്തിലുണ്ടാവും. ഇതിങ്ങനെ കൊടുക്കുന്ന ആ റോസയാണ്. പിന്നെ വേറൊരു തരം നാടൻ റോസകളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. അതിൻ്റെ പോലെ തന്നെ സെയിം ഒരു ഡബിൾ ഷെയ്ഡായിട്ടുള്ള ലൈറ്റ് പിങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പീച്ച് കളർ, ലൈറ്റ് പീച്ച് കളറൊക്കെ ആയിട്ടുള്ള റോസയാണ്. റോസ 2-3 വെറൈറ്റി ഉണ്ട്. 2-3 വെറൈറ്റി എന്നല്ല, ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും വേറെ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ശരിക്കുള്ളൊരു ചെടിത്തോട്ടം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയുണ്ട് നമുക്ക്. ഇതാണ് എൻ്റെ വീട്. വീടിൻ്റെ ഹോം ടൂറൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. ഇനിയിപ്പോൾ സമയവും ഉണ്ടാവില്ല. ഹോം ടൂർ വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ, നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി ഓർഡർ അല്ലാതെ ഇങ്ങനെ ഓരോന്നായിട്ടാണ് കാണിക്കുക കേട്ടോ. ഓർഡറിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെയൊക്കെയാണ് നട്ടതെന്ന് അറിയില്ല. കുറേ ഇടയിൽ കൂടെയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റത്തുനിന്ന് തുടങ്ങാം. എല്ലാം വെറൈറ്റികളാണ്. ചിലപ്പോൾ കാണിച്ചു തന്നെ, ചിലപ്പോൾ കാണിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് കാണാം നമുക്ക്.
ആദ്യം നമുക്ക് ഈ ഒരു എൻഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇവിടെ ഒരു ചെമ്പരത്തീൻ്റെ ഒരു തൈയുണ്ട്. അത് ഏത് കളറാണെന്നറിയില്ല, പൂട്ട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ബോൾസത്തിൻ്റെ തൈയൊക്കെ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ പോണ സൗണ്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു കറ്റാർവാഴ, ഇതൊക്കെ ഇപ്പം നനച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വേറെ ചെടിയുണ്ട്. ഇതിൻ്റെ അടുത്തുണ്ട് കേട്ടോ മലാവിയിൽ ഈ ഒരു ചെടി. പക്ഷെ ഇതിൻ്റെ ഒന്നുകൂടി ഡാർക്ക് കളറാണ് മലാവിയിലുള്ളത്. പിന്നെ ഈ ചെടീൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഇല എപ്പോഴും ഒരു ലൈറ്റ് മഞ്ഞ കളറായിരിക്കും കേട്ടോ. ലൈറ്റ് മഞ്ഞയും പച്ചയൊക്കെ ചേർന്നിട്ടുള്ള അതിലൊരു വെള്ള പൂവുണ്ടാകും. ആ പൂവിനൊരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചേരാ ഉണ്ടോ, ഒരു ഡോട്ട് കളറിൽ പിങ്കിൽ കണ്ടില്ലേ, എല്ലാ പൂവിനുണ്ട് അത്. അപ്പോൾ ഈ ചെടീൻ്റെ താഴെയായിട്ട് ഒരു ജമന്തി ഉണ്ട്. ജമന്തിൻ്റെ ഇതുണ്ടോ, വൈറ്റ് കളർ ജമന്തി. വൈറ്റും പിന്നെ വേറെ ഏതൊരു കളർ, പ്യുവർ വൈറ്റ് അല്ല, ഒരു വേറെ എന്തൊരു ഷെയ്ഡും കൂടി അതിൻ്റെ നടുവിലുണ്ട് കേട്ടോ, ലൈറ്റ് കളറിൽ വേറെ. പിന്നെ ഇതിന് പേരിക്കാറില്ല, ഒരു ഇലച്ചെടിയാണ് നമ്മൾ അലങ്കാരത്തിനൊക്കെ വെക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ഇലച്ചെടിയാണ് ഇത്. ഇത് പക്ഷേ ഒന്നും കൂടി ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലയ്ക്ക് അധികം നീട്ടം വെക്കാതെ തിക്കായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടോ, കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. അത് ആ സെയിം സാധനം തന്നെയാണിത്. ഞാൻ പറഞ്ഞില്ലേ, പല വർണ്ണങ്ങളിൽ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒക്കെ ചട്ടിയിലിട്ടാകുമ്പോൾ നട്ടേക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ഇലച്ചെടിയാണ് ഇത്. ഇതൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുന്നത്. പേരറിയില്ല കേട്ടോ, അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്തൊരു ആലപ്പുഴ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നേ ഫാമിലിയായിട്ട്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള, അവിടുത്തെ ഒരു ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഓർക്കിഡാണ്. അതിപ്പോൾ നമ്മളിങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ പൂപ്പിലേക്ക് പോയപ്പോൾ, വയനാട് പൂപ്പിലേക്ക് പോയപ്പോൾ മേടിച്ച ചെടിയാണ് കേട്ടോ. ചട്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത് അത്. ഇത് ഇതേപോലെ വേറൊരു ഓർക്കിഡ്, ഇതും പൂപ്പിലേക്ക് പോയപ്പോൾ നമ്മൾ മേടിച്ച ഓർക്കിഡാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബോഗൻവില്ല ഉണ്ട്. ഇതിലൊരുപാട് ഇലയാണ് കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ലാവൻഡർ ഷെയ്ഡിൽ ഈ പൂവ് ഇങ്ങനെ നിൽക്കണ കാണാനൊരു ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇതുപോലെ തന്നെ വേറൊരു കളറുള്ള ഇലച്ചെടി. ഇതുപോലെ തന്നെ വേറൊരു കളറുള്ള ഇലച്ചെടി. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ ചെറിയ ചെറിയ പാത്രത്തിൽ നിൽക്കുന്നതൊക്കെ ഓർക്കിഡാണ്. മരം കൊത്തിൻ്റെ ചെമ്പൂത്തിൻ്റെ ഒച്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കേട്ടെ. നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള റബ്ബർ തോട്ടമാണ് കേട്ടോ. റബ്ബർ തോട്ടത്തിൻ്റെ ഈ ഇടയിലായിട്ട് വഴിയുണ്ട്. സ്കൂൾ ബസ്സും വണ്ടികളും എല്ലാം പോകും കേട്ടോ. മറ്റേ നമ്മുടെ ബസ് മാത്രം, അതായത് ട്രാൻസ്പോർട്ട് ബസ് മാത്രം ഇതിൽ പോകാറില്ല. പിന്നെ ഇവിടെയുള്ള തെച്ചി, ശരിക്കും ഈ വീടിൻ്റെ മുറ്റത്ത് ഈ തെച്ചിയും അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിലെ തെച്ചി ഇഷ്ടം പോലെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ, അതായത് രണ്ടാമത്തെ നിലേൻ്റെ പണി ആദ്യം നമുക്ക് ഒറ്റ നിലയായിരുന്നു, പിന്നെ രണ്ടാമത്തെ നില ഉണ്ടാക്കിയ ആ സമയത്ത് നമ്മൾ കട്ടയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് മുറ്റം ശരിയാക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് തെച്ചി മൊത്തം അത് പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ. ചെടികളൊക്കെ ഉണ്ടോ, നല്ല റെഡ് കളറുള്ള തെച്ചിന്ന് ഞങ്ങൾ പറയും, ചില ഭാഗത്ത് ചെത്തി എന്നും പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ജമന്തിയുടെ തൈയുണ്ട്. ഇത് ഇതേപോലെ തന്നെ ഈ ഒരു കളറുള്ള, ഇതൊക്കെ ഇപ്പോൾ നട്ടിട്ടുള്ളൂ കേട്ടോ, ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ബോൾസം ചെടികളുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ റോസ, ആ സെയിം റോസ ഞാൻ ഫസ്റ്റ് കാണിച്ച റോസ ഉണ്ടല്ലോ അത് തന്നെയാണ്. ഇതും ഇതേപോലെ വേറൊരു അലങ്കാര ചെടിയാണ്. അതുപോലെ ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെൻ്റെ അടുത്തുണ്ട് മലാവിയിൽ. പിന്നെ വേറൊരു തെച്ചി കണ്ടില്ലേ, കുഞ്ഞി തെച്ചി ചെറിയതായിട്ട്. പിന്നെ ഇതും അതേപോലെ ഒരു അലങ്കാരച്ചെടി. റോസയും ബോഗൻവില്ലയൊക്കെ ഇവിടെ ഇതിലൊരുപാടുണ്ട് കേട്ടോ. ബോഗൻവില്ലയൊക്കെ കുറച്ച് പോയിട്ടുള്ളൂ. ബോഗൻവില്ല, അങ്ങനെ ഓരോരോ ചെടികൾ. ഇത് വേറൊരു ചെടിയാണ് കേട്ടോ, കാണിച്ചു തരാം. ഇതുണ്ട്, ഇതിലത്തെ പൂവ് കണ്ടോ, ഇതിങ്ങനെ തിക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂവൊക്കെ കഴിഞ്ഞതാണ് കണ്ടോ. ഇതിനൊന്നും പേരറിയില്ല. പിന്നെ സീനിക ഉണ്ട്, വെള്ളയും മഞ്ഞയും ചുവപ്പൊക്കെ സീനിക. ഓർക്കിഡിലെ പൂവൊക്കെ വെയിലായിട്ടാണ് തോന്നണേ കരിഞ്ഞു ഉണങ്ങി പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഈ കൊങ്ങിണിപ്പൂ കേട്ടോ. അത് വലിയ ഇലയായിട്ട് കാട് പോലെ ഉണ്ടാവുന്നതല്ല, ചെറിയ ഇലയായിട്ട്. ഇതിൻ്റെയും നന്ന ചെറുതായിട്ടുള്ളത് വേറെ വെറൈറ്റി ഉണ്ട്, പക്ഷെ അത് നമ്മളടുത്തില്ല. പക്ഷെ ഇത് ഒരുപാട് ഇങ്ങനെ പടർന്ന് ഒരുപാട് പൂക്കളിടുന്ന കൊങ്ങിണിപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു സംഭവം ഉണ്ട്, കൊങ്ങിണിയുണ്ട്. പിന്നെ ഈ ഒരു വെള്ള ബോഗൻവില്ല ഉണ്ടല്ലേ, ഇതിൽ തന്നെ ഈ ചെടിയിൽ തന്നെ ഉള്ളതാണ് ഈ ഒരു റോസ് കളറുള്ള ബോഗൻവില്ലയും. രണ്ട് കളർ പൂവുണ്ടാവുന്ന ചെടിയാണ് കേട്ടോ ഈ ബോഗൻവില്ലേൻ്റെ ചെടി. ഇത് രണ്ട് കളറ് ചെടി ഉണ്ടാവും, പൂവുണ്ടാവും. ഒന്ന് ഈ റോസും, ഈ റോസും
പിന്നെ ഈ വെള്ളയും. ഇത് അതേപോലെ തന്നെ വേറൊരു തരം ഇലച്ചെടിയാണ്. കണ്ടില്ലേ? അതേപോലെ തന്നെ ഈ തെച്ചി, ഇത് ചെറിയ ഇലയുള്ള തെച്ചി ഉണ്ടല്ലേ, ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് പൂവുണ്ടാവും. കുഞ്ഞിത്തെച്ചി, തെച്ചി എന്നാണ് നമ്മൾ പറയുക. ചെത്തി എന്ന് പലയിടത്തും പറയും. അതൊരുപാടുണ്ട് കേട്ടോ. പിന്നെ വേറെ നമ്മുടെ വീട്ടിലുള്ള വേറൊരു പൂവെന്ന് പറയുന്നത് ഈ ചീരപ്പൂവാണ് കേട്ടോ. ഇതുണ്ടായാൽ അത്രയും തിക്കായിട്ടുണ്ടാവുന്ന പൂവ് ഉണ്ടാകുന്ന ചെടിയാണ്. ഇത് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഇതിൻ്റെ വിത്താണ് നടാറ്. പക്ഷെ വിത്ത് നട്ട് തൈ ഉണ്ടായാലും പിടിച്ച് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പൂത്ത് നിൽക്കും. ഇതുണ്ടോ, നല്ല കട്ട കളറല്ലേ. ഇതൊരു റോസ് കളറാണ്. റോസ് എന്ന് പറഞ്ഞാൽ കട്ട റോസ്, പിങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. കട്ട റോസ്, ഇതിനെന്താ പറയുക അറിയില്ല. റോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം റോസ് കളറായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. 3 വെറൈറ്റി ഉണ്ട്. ഈ ഒരു റോസ് കളറും ഉണ്ട്. ഇതിൻ്റെ ഒപ്പം ഉണ്ട് ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റെഡാണ്. ഈ റെഡും ഈ ഒരു റോസും പെട്ടെന്ന് നമുക്ക് വേർതിരിച്ച് അറിയില്ല കേട്ടോ. പക്ഷേ ഇത് രണ്ട് കളറാണ്. കാണിച്ചു തരാം. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഇതിനൊരു റെഡിഷ് കൂടുതലില്ലേ. ഇത് പ്യുവർ റോസ് കളറ്. റോസ് അതെ, നല്ല കട്ട കളറ്. കാണിച്ചത് ഫുള്ളായിട്ട് കണ്ടോ. രണ്ടും 2 ചെടിയാണ് കേട്ടോ. രണ്ടും പക്ഷേ ഒരേ സ്ഥലത്തുണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവാത്തത്. ഇതിൻ്റെ മഞ്ഞ കളറും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. കാണിച്ചു തരാം. ഉണ്ട്. അതേപോലെ തന്നെ വേറെ ഒരെണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വിത്തുണ്ടാവും. കാണിച്ചു തരാം. ഇതുണ്ടല്ലേ നമ്മളെ ചീരേൻ്റെ വിത്ത്, കറക്റ്റ് ചീരേൻ്റെ വിത്ത് പോലെ തന്നെ ഉണ്ടാവും. കണ്ടോ, അതിങ്ങനെ വിത്ത് നട്ടാൽ ഉണ്ടാവും. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കിളികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുറ്റത്ത്. ചാണകക്കിളിയോ മൈനയോ തോന്നണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു റോസ് കളർ ചീരപ്പൂവില്ലേ, അതിൻ്റെ മഞ്ഞാണിത്. ഇതൊക്കെ പൂവിട്ടിട്ട് അതിൻ്റെ സ്റ്റേജ് കഴിയാനായോ കേട്ടോ. പൂത്ത് അതാണ് ഇതിൽ കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ കാണുന്നത്. കണ്ടില്ലേ, വിത്തുകളൊക്കെ പുറത്തേക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞയാണിത്. ഇത് വേനൽക്കാലത്ത് അത്ര ഹൈറ്റിൽ പോകില്ല കേട്ടോ. മഴക്കാലത്താണ് ഇത് ഇത്ര ഹൈറ്റിൽ പോവുക. ഇപ്പോൾ വേനൽ വരുന്നല്ലേ ഉള്ളൂ. മഴയത്ത് വലുതായ ചെടിയാണ് ഇതൊക്കെ. കണ്ടില്ലേ മഞ്ഞ. പക്ഷെ മഞ്ഞ കുറച്ചും കൂടി നല്ല രീതിക്ക് നിൽക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഇങ്ങനെ ആടി ഒരഞ്ഞ് കാറ്റൊക്കെ അടിച്ചിട്ടായിരിക്കണം. ഇതിലിഷ്ടംപോലെ വിത്താണ്. അതാണ് ഇതിൻ്റെ ഒരു മഞ്ഞ പോയത്. ഞാൻ പറഞ്ഞില്ല, മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ പൂവൊക്കെ. കണ്ടോ, ഇത് ആന്തോറിയത്തിൻ്റെ ആണ്. അതിൻ്റെ ഇലയൊക്കെ മഞ്ഞളിച്ച് പോയി, ചൂടായിട്ടാണ് തോന്നണം. ഇതേപോലെ തന്നെ വേറൊരു ചെടി കണ്ടില്ലേ. നേരത്തെ ഞാനൊരു ചെടി കാണിച്ചു തന്നായിരുന്നു. ഏത് ചെടിയാണെന്നറിയോ? ഇതാ ഈ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഈ ഒരു പിങ്ക് കളറ്. ഈ ചെടീൻ്റെ വൈറ്റാണ് ഇത്. കണ്ട തെച്ചീൻ്റെയൊക്കെ പൂ പോലെ തോന്നും, പക്ഷെ അതല്ല. അതിൻ്റെ വൈറ്റ് കളർ ചെടിയാണ്. കുറേ ചട്ടിയിൽ ഓർക്കിഡ് ഉണ്ട് കേട്ടോ. ഓർക്കിഡിൻ്റെ പലവിധ വെറൈറ്റീസ് ഉണ്ട്. ഇതെന്താ സ്നേക്ക് പ്ലാന്റോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പേര് അതന്നെ ആയിരിക്കണം, കറക്റ്റ് പേരറിയില്ല. അതേപോലെ തന്നെ ഇലയിൽ പച്ചയും വെള്ളയും കളറുള്ള വേറൊരു ചെടി. ഒരുപാട് ഇലച്ചെടികൾ ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ ഈ ഒരു ചെടീൻ്റെ ഇല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഏത് തരം പൂവാണെന്നുള്ളത്. അതിപ്പോൾ മുട്ടിട്ടിട്ടേ ഉള്ളൂ, പൂത്തിട്ടില്ല. അതുകൊണ്ട് പൂവ് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ആ ഒരു ചീരച്ചെടി കണ്ടില്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്ന ഇതുണ്ടോ. ഒരുപാട് ഇലച്ചെടികൾ കുറേ കൂടുതലുണ്ട്. ആദ്യമൊക്കെ നമ്മുടെ കൂടുതലും പൂക്കളുള്ള ചെടികളായിരുന്നേ. ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നല്ലോ, എല്ലാവരുടെ വീട്ടിലും ഇലച്ചെടികൾ കൂടുതലായിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് കുറേ ചെടികൾ, ഇലച്ചെടികൾ. ഇതാ കണ്ടോ, ഇതൊക്കെ ചട്ടിയിലാണ്. പിന്നെ ഈ ഒരു പച്ച കുറ്റി പോലെ നിൽക്കുന്ന നമ്പ്യാർ വട്ടത്തിൻ്റെ പൂ പോലെ ഇരിക്കുന്ന അതിൻ്റെ ചെറിയൊരു മോഡലുണ്ടല്ലോ, മിനിയേച്ചർ വേഷൻ. അതിങ്ങനെ ഒരു ഫുള്ള്
നമ്മുടെ വീടിൻ്റെ അതിരിൽ ഇങ്ങനെ ഫുള്ളായിട്ട് നട്ടേക്കാണ്. അപ്പോൾ ദൂരത്തുനിന്ന് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നത് കാണാൻ. കണ്ടില്ലേ, ഇതിലുള്ള പൂക്കൾ കണ്ടോ എന്തോരാണ്, ഫുള്ള് കുഞ്ഞ് വെള്ള വെള്ള പൂക്കൾ, ബൾബ് അതിശിച്ച പോലെ ഉണ്ടല്ലേ. ഭാവിയിൽ ഞാൻ എല്ലാ ചെടികളും കാണിച്ചപ്പോൾ ചെമ്പരത്തി മാത്രമല്ല പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മഞ്ഞ ചെമ്പരത്തി ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. ഇപ്പോൾ നാടൻ ചെമ്പരത്തി ആയിട്ടുള്ളത്. ചെമ്പരത്തീൻ്റെ ഒരു ഭംഗി അത് വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു മാവുണ്ടേ. ഇത് ഈ ലൈൻ കമ്പീൻ്റെ അടുത്തായതുകൊണ്ട് എപ്പോഴും ലൈൻമാൻമാർ വരുമ്പോൾ ആ മാവിൻ്റെ മുകൾഭാഗം വെട്ടിയിടും കേട്ടോ. അതങ്ങനെ വലുതാവത്തില്ല. പിന്നെ അടിയിലുള്ള കൊമ്പിൽ എന്തെങ്കിലും കുറച്ച് മാങ്ങ ഉണ്ടായാലും നമുക്ക് കിട്ടുന്നല്ലാതെ ബാക്കിയൊക്കെ വെട്ടിയിടലാണ്. കണ്ടോ, കുഞ്ഞി കണ്ണിമാങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ണിമാങ്ങയും വലിയ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മാങ്ങയുണ്ട്. ഇന്നിപ്പോൾ 4-5 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറിച്ചു പോയത് കേട്ടോ. പിന്നെയും കുഞ്ഞി കുഞ്ഞി കണ്ണിമാങ്ങയൊക്കെ ആയി വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ മാങ്ങകളാണ് ഉള്ളത്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ മാങ്ങ. പിന്നെ ഉറുമാമ്പഴം അല്ലെങ്കിൽ മാതള നാരങ്ങ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ചില്ലി ചില്ലി പോലെ ഉള്ളിലുള്ള റെഡ് കളറ്, അതിൻ്റെ ചെടിയാണ്. ഇതുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും. അതങ്ങനെ നിൽക്കുന്നു. ഇതിപ്പോൾ എന്താ, ഇതെന്തോ ഒരു മരം, ഏതോ ഒരു ഫ്രൂട്ടിൻ്റെ മരം തന്നെയാണ്. ഏതാന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. പിന്നെ നമ്മുടെ നാടൻ നമ്പ്യാർ വട്ടത്തിൽ ഒരു ചെറിയൊരു മൊട്ടുണ്ട്, പൂവായിട്ടില്ല. അങ്ങനെ ഈ സൈഡിലേക്ക് പിന്നെ നമ്മൾ കൂടുതലും വില പച്ചക്കറിയോ ചെടിയൊക്കെയാണ്. ഇത് കറ്റാർവാഴയൊക്കെ വെയിൽ തട്ടിയിട്ട് ഉണങ്ങിയല്ല, ചുമന്നു പോയി. നമ്മുടെ നാട്ടിൽ ചൂടുണ്ടല്ലോ, അസഹനീയമാണ്. മലാവിയിൽ നല്ല വെയിലുണ്ടെങ്കിലും അധികം ചൂടുണ്ടാവാറില്ല വെയിലിന്. പക്ഷെ ഇവിടെ ഇത് റംബൂട്ടാനാണ് കേട്ടോ. റംബൂട്ടാനൊക്കെ വാടി തന്നു. എന്നും നമ്മൾ വെള്ളം നനയ്ക്കാറുള്ളതാണ് കേട്ടോ. പക്ഷേ പകലത്തെ ചൂട് ഇതൊന്നും ഈ ചെടികൾ താങ്ങില്ല. പിന്നെ ഇവിടെ ഒരു കവുങ്ങുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നമ്മളൊരു വാഴ നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു കവുങ്ങ് നട്ടിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ നമുക്ക് പറമ്പുണ്ട് കേട്ടോ, റബ്ബർ തോട്ടമുണ്ട്. അവിടെ ഇപ്പം മോൾ ഭാഗത്തൊക്കെ നമ്മൾ റബ്ബർ മുറിച്ചതിന് ശേഷം മോൾ ഭാഗത്തൊക്കെ, അതായത് പറമ്പിൻ്റെ ഒരു 1/4 ഭാഗം റബ്ബർ തൈ നട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഭാഗം നമ്മൾ കുറേ കവുങ്ങ് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ വാങ്ങിയ കവുങ്ങൻ തൈയാണ്. അതിപ്പോൾ എത്ര വലുതായി. ഇതൊരു കുമ്പളം, നമ്മുടെ പറമ്പിലുണ്ടായ കുമ്പളമാണ്. ചീഞ്ഞപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ട് അതിൽ വിത്തുണ്ടെങ്കിൽ അങ്ങ് മുളച്ചോളും. ഇവിടെ 2-3 കവുങ്ങിൻ്റെ തൈ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വാഴ കൊലയ്ക്കാനായിട്ടില്ല. ഇവിടെ കുറച്ച് തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഒരു മഞ്ഞളും. ഇത് കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടി, വെള്ള ഇല കാണാൻ തന്നെ ഭംഗിയാണ്. അതിൻ്റെ തണ്ടിനും ഒരു വെള്ളയുണ്ട്. ആദ്യം ഉണ്ടാകുന്നത് പച്ച ഇലയൊന്നു കേട്ടോ, എന്നിട്ട് പിന്നെ ഈ ഒരു കളറിലേക്ക് മാറുകയാണോ അങ്ങനെ എന്താ തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അടുക്കി ഇലകൾ അടുക്കി വെച്ച പോലെ. നമ്മൾ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് ബൈക്കൊക്കെ അങ്ങോട്ടുകൊണ്ട് പോകുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവേ. അപ്പോൾ ഇതാണ് അമ്മേൻ്റെ ചെടികളൊക്കെ. ഇതിലും അധികം ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ വീട് പണിയുടെയൊക്കെ സമയപ്പോൾ പോയതാണ്. ഇപ്പോൾ ഓരോന്നൊക്കെ ആയിട്ട് അമ്മ ഉണ്ടാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. പിന്നെ അമ്മ അംഗൻവാടി ടീച്ചറാണ്. അപ്പോൾ അമ്മ ജോലിക്കൊക്കെ പോയിട്ട് അമ്മേൻ്റെ ഒഴിവുവേളകൾ ആനന്ദകരമാക്കാനുള്ള ഇതാണ് ഈ ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുള്ളത്. അമ്മയും അച്ഛമ്മയും ഏട്ടത്തിയമ്മയും ഇവർ 3 പേരും കൂടെ ഉണ്ടാക്കണതാണ് ഈ ചെടികളൊക്കെ കേട്ടോ. ഏട്ടത്തിയമ്മേൻ്റെ വീട്ടിൽ പോയി വരുമ്പോൾ കുറേ ചെടികൾ കൊണ്ടുവരും. അമ്മ അംഗൻവാടിയിൽ അതിൽ മറ്റേ നമ്മുടെ ഓരോ വീടുകളിലൊക്കെ സർവേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ കിട്ടുന്ന ചെടികൾ. പിന്നെ ഏട്ടൻ പുറത്തുനിന്ന് ചെടികൾ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഓരോരുത്തർ അവയിലൊക്കെ പോകുമ്പോൾ കൊണ്ടുവരുന്ന ചെടികളാണ്. അപ്പം അതാണ് നമ്മുടെ മുറ്റത്തിലെ ചെടികൾ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റ് കണ്ടിരുന്നു ചെടികളൊക്കെ കാണിച്ചു തരണം എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീട് ഇതാണ്. ഫുള്ളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ വീട്. മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ എൻ്റെ വീട്. നിലമ്പൂരിൽ നിന്ന് പിന്നെ മുണ്ടേരി എന്ന് ചോദിച്ചാൽ നിലമ്പൂരിൽ 1 മണിക്കൂറുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ റോഡ് ഫുള്ള് റബ്ബർ തോട്ടമാണ് കേട്ടോ. ഉണ്ടോ, മുന്നിലും ബാക്കിലൊക്കെ റബ്ബർ തോട്ടമായിരുന്നു. ബാക്കിലുള്ള റബ്ബർ തോട്ടം ഇപ്പോൾ മുറിച്ചെല്ലാവരും കവുങ്ങിന് എന്താ വിലയൊക്കെ കൂടുതലാന്ന് പറഞ്ഞതുകൊണ്ട്
എല്ലാവരും കവുങ്ങ് വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ കൂടായിരുന്നത്. ഇപ്പം അതില്ല, നമ്മൾ കൊടുത്തു. അപ്പോൾ വീടിൻ്റെ ഫുള്ള് ഹോം ടൂറായിട്ട് ഇതിൽ തന്നെ കാണിക്കല്ലേ, ഹോം ടൂറൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്. ഇത് നമ്മളെ കണ്ണമ്മോൻ്റെ ഊഞ്ഞാലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇത് ഞങ്ങളാ ഫോട്ടോ വരച്ചതാണ് കേട്ടോ, അരുണേട്ടൻ്റെ ഒരു ഫ്രണ്ട് വരച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മയ്ക്ക് കേരളത്തിലെ അതായത് സംസ്ഥാനത്തിലെ മികച്ച ടീച്ചർക്കുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അനിയൻ്റെ, ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ളത്. ഇതാണ്ട് ഞങ്ങൾ 3 പേരും, ഞങ്ങളെ ചെറുപ്പം, ഏട്ടൻ, ഞാൻ, അനിയൻ. ഇത് നമ്മുടെ പഴയ ഫോട്ടോയിൽ നിന്ന് ഞങ്ങളൊന്ന് വലുതാക്കിച്ച് വെച്ചതാണ്, അതായത് ഫോട്ടോ ഒക്കെ കേട് വരാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ ഇതാണ് ഞങ്ങൾ 3 പേരും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഓരോരോ മൊമെൻ്റാണ്. അമ്മയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയിട്ടുള്ള മൊമെൻ്റ് അംഗൻവാടിയിലാണ് കേട്ടോ. അമ്മ അത് അവിടെ കൊണ്ടുവച്ചേക്കാണ്. അമ്മയുടെ മൊമെൻ്റ് ഇതൊക്കെ കണ്ണമ്മോൻ്റെ കളിക്കുന്ന സാധനങ്ങളാണ്, അതൊക്കെ ഇതിൽ കയറ്റി വെച്ചതാണ്. നമ്മുടെ വീട്ടിലെ ചെടികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വെറൈറ്റീസ് ഒന്നും ചെടികളില്ല, പക്ഷെ കുറച്ചധികം വെറൈറ്റീസ് ചെടികളുണ്ട്. ഇനി കുറച്ചൊക്കെ വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ആ ഒരു കമൻറ്റിൽ കണ്ടതുകൊണ്ട് ചെടിത്തോട്ടം കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോഴും കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിർബന്ധിക്കുന്നില്ല, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മലാവിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീട്ടുകാരൊക്കെ ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ചു പോകണം. അതിൻ്റെ ഒരു ഇടങ്ങേറിലാണ്. അപ്പം എന്തായാലും നമ്മൾ തിരിച്ചു പോയാലേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.